Praise the Lord. Hallelujah. Stotram, stotram, stotram. Glory to God. Glory to God. Glory to God. Glory to God. Praise the Lord. Stotram, stotram, stotram. Stotram യേശുവിന്റെ രക്തത്താഴ്ച. Glory to God. Praise the Lord. Praise the Lord. Hallelujah. 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 Glory to God. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Stotram, 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 stotram. യേശുവിൻ്റെ രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമ്മുടെ റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പിൻ്റെ 7ാമത്തെ ഓൺലൈൻ കൺവെൻഷൻ കർത്താവിൽ ആഗ്രഹിച്ച് തീരുമാനിച്ചുറപ്പിച്ച പ്രകാരം ഇന്ന് അതിൻ്റെ 6ാമത്തെ ദിവസത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്ന് ആക്ച്വലി മെസ്സേജ് നൽകേണ്ടുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ റെജി സ്റ്റീഫൻ ഫ്രം പാലക്കാട്, പ്രിയ കർത്തൃദാസനാണ്. എന്നാൽ ചില സാങ്കേതികമായിട്ടുള്ള അസൗകര്യങ്ങൾ കാരണമായി അദ്ദേഹത്തിന് ഇന്ന് ലൈവിൽ വരാൻ കഴിയുകയില്ല എന്ന് അറിയിക്കുകയും ശേഷം നാളെ കഴിഞ്ഞ് ഉള്ള ദിവസം അദ്ദേഹമായിരിക്കും നമ്മുടെ മെസ്സേജ് നമുക്ക് നൽകാൻ പോകുന്നതെന്ന് ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ശബ്ദം ക്ലിയർ ആണോ പ്രിയപ്പെട്ടവരെ? ഒന്ന് പറയണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ ഓക്കെ ഓക്കെ. ആകയാൽ കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, പെട്ടെന്ന് 4 മണിക്ക് ശേഷമാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ എന്നെ വിളിച്ച് വിവരം പറയുന്നത്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, നമ്മുടെ കൺവെൻഷനാണ് ഇത്, നമുക്ക് ഒരു ദിവസം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ലല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ അതിന് പ്രിപ്പയർഡായി ഉടൻ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ചെയ്തത്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ദൈവമായി കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇന്ന് അനുഗ്രഹമേറിയ ഒരു സന്ദേശം കർത്താവ് നമുക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക പ്രിയപ്പെട്ടവരെ. തുടർന്ന് നാളെയും നാളെ കഴിഞ്ഞും 2 ദിവസം കൂടെ നമ്മുടെ ഈ കൺവെൻഷൻ ഉണ്ടായിരിക്കും എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക പ്രിയപ്പെട്ടവരവരൊക്കെയും. കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് അവർ ആധികാരികമായി സംസാരിക്കുന്നതായിരിക്കും എന്നത് ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമുക്കൊരു പാട്ടിൻ്റെ 1-2 ലൈനുകൾ നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി അങ്ങനെ നമുക്ക് ആരാധനയിലേക്ക്, നമുക്ക് വചന ധ്യാനത്തിലേക്ക് കടക്കാമെന്ന് കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് എന്നോടൊപ്പം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾ ഒരുങ്ങണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. எத்தனை இன்பமே உந்தன் சமூகமே, உள்ளவும் உடலுமே உமக்காய் ஏங்குதே. உள்ளவும் உடலுமே உமக்காய் ஏங்குதே. நீங்க போதும் ஏசப்பா, உங்க சமூகம் எனக்கப்பா. நீங்க போதும் ஏசப்பா, உங்க சமூகம் எனக்கப்பா. புது பெல்லன் தருகிறீ,
புது எண்ணெய் பொழிகிறீ, கனி தரும் மரங்களா செழித்தோங்க செய்கிறீ, கனி தரும் மரங்களா செழித்தோங்க செய்கிறீ. நீங்க போதும் ஏசப்பா, உங்க சமூகம் எனக்கப்பா. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ കർത്താവ് മതി നമുക്ക്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കർത്താവിനോട് പറയാം, അപ്പാ നീങ്ക പോതും അപ്പാ. പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങളോ പ്രയാസങ്ങളോ നിന്ദകളോ അപമാനങ്ങളോ പ്രതികൂലങ്ങളോ എന്ത് തന്നെ കടന്നു വന്നിരുന്നാലും എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്കെല്ലാവർക്കും ചേർന്ന് പറയാം, അപ്പാ അങ്ങ് പോതും അപ്പാ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് മതി അപ്പാ എന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്ന് പറയാം, പാടി മഹത്വപ്പെടുത്താം. അപ്പാവും സന്നിധിയിൽ എപ്പോ ഞാൻ വന്നു നിற்பേ, തിരുമുഖം കണ്ടു തിരുപ്തിയിൽ മുഴുകുവേ, തിരുമുഖം കണ്ടു திருப்தியில் முழுகுவேன். எஸ் லார்ட், ஹல்லேலூயா. அப்பா நீங்க போதும் அப்பா, எங்க வாழ்வில் நீங்க போதும் ஆண்டவரே. எங்களுக்கு எவ்வளவோ கஷ்டங்கள், எவ்வளவோ பிரச்சனைகள் நாங்கள் அனுபவிக்கிறோம். இந்த பூமியில் எவ்வளோ பாடுகள் எங்க வாழ்க்கையில் வந்து கொண்டிருக்கிறோம். ஏசப்பா நீங்க போதும் ஆண்டவரே. ஹல்லேலூயா. பிரைஸ் தி லார்ட். ஹல்லேலூயா. பாடுவோமா கர்த்தருடைய பிள்ளைகளே? ஹல்லேலூயா. தேனிலும் இனிமையே தேவிட்டாத அமுதமே, தேடியும் கிடைக்கதா ஒப்பற்ற செல்வமே, தேடியும் கிடைக்கதா ஒப்பற்ற செல்வமே. நீங்க போதும் ஏசப்பா. ஹல்லேலூயா. பிரைஸ் தி லார்ட். உங்க சமூகம் எனக்கப்பா, நீங்க போதும் ஏசப்பா, உங்க சமூகம் எனக்கப்பா. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, പാട്ട് പാടുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സമയക്കുറവുള്ളത് കൊണ്ട് നമുക്ക് ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഇന്നത്തെ വചനത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം. നമ്മായിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ഹല്ലേലൂയ. മഹാ കൺവെൻഷന്റെ 6ാമത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ പ്രിയമക്കൾക്ക് കർത്താവിന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകി അങ്ങ് മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദിയോടന്ത പരിപാലിച്ചാട്ടെ. അങ്ങയുടെ വലിയ കൃപ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക ശക്തി സകലരെല്ലാം വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറച്ചുകൊള്ളണമേ. വചനം സംസാരിക്കുവാൻ ഈ അടിയനെ ബലപ്പെടുത്തിയാട്ട് കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞ അരുമരക്ഷകന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ஆண்டவரின் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே உங்களை அன்புடன் வரவேற்கிறேன், வாழ்த்துகிறேன். கர்த்தருக்குள் பிரியமானவர்களே, ஹல்லேலூயா. கர்த்தருடைய வருகை சமீபமாய் நிற்கிறதான இந்த நேரத்தில்
நேரத்தில் ஆம் கர்த்தர்கள் பிரியமானவர்களே, அவருடைய வருகைக்காக பிரைஸ் தி லார்ட் நாம் ஒவ்வொருவரும் ஆயத்தமாய் இருக்க வேண்டியது மிக்க மிக்க அவசியமாக இருக்கிறது. பிரைஸ் தி லார்ட், ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, 2-3 பேர் எங்கிருந்தாலும் அவர் மத்தியை நான் உண்டு, நான் வாசம் பண்ணுவேன் என்று அவர் சொன்னார். அவருடைய மகா பெரிய தயவு, அவருடைய பிரசன்ஸ் நம்மோடு கூட இருப்பதாக என்று சொல்லி கர்த்தருடைய சமூகத்தில் அர்ப்பணிப்போமா, ஜெபிப்போமா? பிரியரே, ஹல்லேலூயா. வசனத்துக்கு நேராக நம்ம கடந்து செல்ல போகிறோம். கர்த்தர் அவருடைய மகா பெரிய பிரசன்ஸுக்காக, அவருடைய தயவுக்காக, அவருடைய அன்புக்காக பிரைஸ் தி லார்ட். கர்த்தருடைய பிள்ளைகளே, ஹல்லேலூயா, ஒவ்வொரு நிமிடமும் ஏங்கி தவித்து கொண்டு அவருடைய ஹல்லேலூயா அவருடைய பாதப்படி நம்மை அர்ப்பணிப்போமா? கர்த்தர் நல்லவர். ஜெபத்தோடு கூட இருங்கள். கர்த்தர் ஹல்லேலூயா உங்களோடு கூட பேச வந்திருக்கிறார். பிரியமானவர்களே, என்னோடு கூட பேசுகிற தேவன் உங்களோடு பேச வந்திருக்கிறார். ஆம் கர்த்தருடைய பிள்ளைகளை, வசனத்துக்கு நேராக கடந்து செல்ல போகிறோம். கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. ஆமென், ஆமென், ஆமென். பிரைஸ் தி லார்ட். കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവ മക്കളെ, ഇന്ന് നമ്മുടെ ഈ കൺവെൻഷന് തീം തന്നെ കർത്താവിൻ്റെ 2ാം വരവ് അഥവാ മടങ്ങി വരവിനെ കുറിച്ചാണ്. അത് ആധികാരികമായി കർത്താവിൻ്റെ ദാസന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന ദിവസം പ്രൈസ് ദി ലോർഡ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില താലന്തുകളെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ താലന്തുകളെ ശരിയായ വിധത്തിൽ നാം അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്യുന്നുണ്ടോ? ഈ നാളുകളായി നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ തക്കോണം ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. പ്രൈസ് ദി ലോർഡ്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ കുറിച്ചാണ് ഇന്ന് ഞാൻ അല്പമായി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുമെങ്കിൽ ദൈവമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാനിടയാകും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ലോകം ഇന്ന് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. മരണം അനേകരെ മുറിച്ചു കളയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മരണം അനേകരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഒരു ചെറിയ കൊറോണ വൈറസ് ലോകത്തിലേക്ക് വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, അനേകർ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിൽ പ്രിയരെ, നമുക്കെയും കർത്താവിന്റെ സന്നിധിയിൽ ഇത്രത്തോളം നിലനിൽക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ, ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് മാത്രമാണ് നാം ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ആ ഒരു താലന്ത് അത് എത്രമാത്രം നാം ഈ നാളുകളായി പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് വചനത്തിലൂടെ തന്നെ നമുക്ക് ചിന്തിക്കുവാൻ നാം പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അനേകർ വെന്റിലേറ്ററിലും മറ്റുമായി ഐസിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം അവർക്ക് സമാധാനത്തെ കൊടുക്കട്ടെ. ദൈവം അവരുടെ രോഗത്തിൽ നിന്ന് അവരെ വിടുതലയാക്കട്ടെ. ഒരു വലിയ സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്നത്തെ സന്ദേശം അവർക്ക് ഒരു സമാധാനപരമായ ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു സന്ദേശമായി മാറട്ടെ എന്ന് പ്രൈസ് ദി ലോർഡ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന മത്തായിയുടെ സുവിശേഷം 25-14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നാം ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മത്തായിയുടെ സുവിശേഷം 25-14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളെ പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ നാം ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1. പ്രൈസ് ദി ലോർഡ്. അവരെ വിളിച്ച് ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1. ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5 താലന്ത് ലഭിച്ചവൻ അവൻ എന്താണ് ചെയ്യുന്നറിയാമോ പ്രിയപ്പെട്ടവരെ? 5ന്റെ കൂടെ 5 താലന്ത് കൂടെ അവൻ സമ്പാദിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. 2 താലന്ത് ലഭിച്ചവൻ 2ന്റെ കൂടെ ഹല്ലേലൂയ മറ്റൊരു 2 കൂടെ, അതായത് 4 താലന്ത് അവൻ കരുതുകയുണ്ടായി. 1 താലന്ത് ലഭിച്ചവൻ അവൻ ആ 1 താലന്ത് മണ്ണിൽ കുഴിച്ചിടുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ പോകുന്നത്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്.
എല്ലാവരും നല്ലവരാകണം. നല്ലവർ എന്ന് കേൾക്കുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ? എന്നാൽ ആരും തന്നെ ഞാൻ കൊള്ളരുതാത്തവൻ എന്ന, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ദുഷ്ടൻ എന്ന പേരിന് അർഹൻ ആകുവാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോവുകയാണ്. എന്നാൽ ആ സമയത്ത് തന്റെ ദാസന്മാരെ വിളിച്ച താൻ എന്താണ് ചെയ്യുന്നറിയാമോ? തന്റെ ദാസന്മാരെ വിളിച്ച, പ്രിയപ്പെട്ടവരെ, ഒരുവന്റെ കയ്യില് 5 താലന്ത് കൊടുത്തു, മറ്റൊരുവന്റെ കയ്യില് 2 താലന്ത് കൊടുത്തു, ഒരുവന്റെ കയ്യില് 1 താലന്ത് കൊടുത്തു. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 5 താലന്ത് ലഭിച്ചവൻ അവൻ എന്താണ് ചെയ്യുന്നറിയാമോ? 5 താലന്തിന്റെ കൂടെ അവൻ 5 താലന്ത് കൂടെ അവൻ ശേഖരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ അവൻ സമ്പാദിക്കുകയുണ്ടായി, നേടുകയുണ്ടായി. 2 താലന്ത് ലഭിച്ചവനോ അവൻ മറ്റൊരു 2, അതായത് 4 താലന്ത് അവൻ സമ്പാദിക്കുകയുണ്ടായി. 1 താലന്ത് ലഭിച്ചവനോ, ദൈവമക്കളെ, അവൻ അതെന്താണ് ചെയ്യുന്നറിയാമോ? അതവൻ മണ്ണിൽ കുഴിച്ചിട്ടതായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യജമാനൻ വന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യം 5 താലന്ത് കൊടുത്തവനെ വിളിച്ചു. 5 താലന്ത് കൊടുത്തവൻ വിളിച്ചിട്ട്, നീ നിന്റെ കയ്യിലുണ്ടായിരുന്ന താലന്തുകളെ കൊണ്ടത് കണക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്താണ് ചെയ്തറിയാമോ? 5ന്റെ കൂടെ 5 കൂടെ കൊടുത്തു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യജമാനൻ വിളിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് 2 താലന്ത് കൊടുത്തവനെ വിളിച്ചോ, നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവന്റെ കണക്ക് അവൻ വ്യക്തമായിട്ട് അവൻ പറയുകയാണ്. 2ന്റെ കൂടെ 2 താലന്ത് കൂടെ കൊടുത്ത് അവൻ 4 താലന്ത് കൊടുക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഈ യജമാനൻ അവനെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്നു. മൂന്നാമതായിട്ട് 1 താലന്ത് മാത്രം കൊടുത്തവനോട് ചോദിച്ചു, പ്രൈസ് ദി ലോർഡ്, നിന്റെ കണക്കെന്താണെന്ന് ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവൻ എന്താണ് ചെയ്തതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ആ 1 താലന്ത് ലഭിച്ചവൻ മണ്ണിൽ കുഴിച്ചിട്ടത് എടുത്തു കൊണ്ടുവന്ന് യജമാനനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനെ യജമാനൻ വിളിച്ചത് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. ഇവനെ ഇരുട്ടറയിലേക്ക് തള്ളിയിടുവാനായിട്ട്, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, യജമാനൻ പറയുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ 1 താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടവന്റെ അവൻ പരാജയപ്പെടുവാനുള്ള അവന്റെ ജീവിതത്തിൽ അവൻ മുന്നേറാതെ അവൻ പരാജയപ്പെടുകയാണ്, അവൻ തോൽവി അടയുകയുണ്ടായി. എന്താണ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇതാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ലോകത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മയൊക്കെയും വിളിച്ച സ്വതന്ത്രരാക്കി അനേക നന്മകളെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേക വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം. കർത്താവ് നമുക്ക് നന്മകളെ തന്നാൽ നിശ്ചയമായി കർത്താവ് കണക്ക് ചോദിക്കും. കണക്ക് ചോദിക്കുന്ന നാളിൽ നാം ഒന്നൊന്നായി ദൈവത്തോട് പറയേണ്ടി വരും എന്നതും നാം ഈ നാളുകളിൽ ചിന്തിച്ചു കൊള്ളണം. ദൈവമക്കളെ, നമുക്ക് ചിന്തിക്കാം, എന്താണ് ഈ 1 താലന്ത് ലഭിച്ചവൻ മണ്ണിൽ കുഴിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു, അഥവാ അവന്റെ ജീവിതത്തിൽ തോൽവി സംഭവിച്ചു. എന്താണ് അവന് പറ്റിയത്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമുക്ക് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് അവന് പറ്റിയ ആദ്യത്തെ പരാജയം എന്ന് പറഞ്ഞത്, ദൈവമക്കളെ, അവന് യജമാനനെ കുറിച്ച് നല്ല അറിവില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ യജമാനൻ വന്ന് കണക്ക് ചോദിക്കും എന്നതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് നല്ല നോളജ് യജമാനനെ കുറിച്ച് ഇല്ലായിരുന്നു എന്നതാണ് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവൻ ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ? അവന്റെ കയ്യിലിരിക്കുന്ന 1 താലന്ത് അത് ഭദ്രമായിട്ട് അവൻ കുഴിച്ചിട്ടു. അതെങ്ങ് നഷ്ടമാകാതിരിക്കാൻ അവൻ കുഴിച്ചിട്ടു. പക്ഷേ അതിനെ വർദ്ധിപ്പിക്കുകയോ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയോ അല്ലെങ്കിൽ അത് വ്യാപാരം ചെയ്യുകയോ എന്നതിനെ കുറിച്ച് അവൻ ചിന്തിച്ചിരുന്നില്ല. ഈ യജമാനൻ വന്ന് ഇവനോട് കണക്ക് ചോദിക്കും എന്നതിനെ കുറിച്ചൊന്നും അവൻ ചിന്തിച്ചിരുന്നില്ല. യജമാനന്റെ സ്വഭാവത്തെ കുറിച്ച് അവൻ അറിഞ്ഞിരുന്നില്ല. യജമാനൻ എങ്ങനെയുള്ള ഒരു യജമാനനാണ് അവനോടൊപ്പം ഉള്ളതെന്ന് അവൻ ചിന്തിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ,
ഹല്ലേലൂയ. ഇങ്ങനെ തന്നെയാ നമ്മുടെ കർത്താവ്, നമ്മുടെ മണവാളനായിരിക്കുന്ന നമ്മുടെ കർത്താവ് രാജാതി രാജാവായി വരാൻ പോകുന്നത്. നമ്മളോട് കണക്ക് ചോദിക്കും, മറന്നു പോകരുത്. ഇതിനിടയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മളോട് കണക്ക് ചോദിക്കും. നാം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഒന്നും വിടാതെ നമ്മളോട് കണക്ക് ചോദിക്കും എന്നത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഇവിടെ ഹല്ലേലൂയ, താൻ ചെയ്തത്, തനിക്ക് ലഭിച്ചിരുന്ന ആ ഒരു താലന്ത് താൻ മണ്ണിൽ കുഴിച്ചിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ അതിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ അതിലെ 2:3 വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും. പ്രൈസ് ദി ലോർഡ്. ദൈവം, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും കുറിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം പ്രമാണിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നമുക്ക് മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കേയും നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോമാലേഖനം 8:28 വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കർത്താവ് അറിഞ്ഞു തന്നെയാ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്ന് ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ പ്രതികൂലങ്ങളായിരുന്നാലും, ഏത് പ്രശ്നമായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ കർത്താവ് അറിഞ്ഞു തന്നെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ തലയിലൊരു മുടി പോലും ഉതിർന്നു പോയാലും എൻ്റെ ദൈവത്തിന് കണക്കുണ്ട്. ദൈവജനമേ, ഉണർന്നു കൊള്ളുക. നമ്മുടെ കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു നാൾ, ഒരു സുദിനം, അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടന്നാൽ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിമർന്നു നിൽക്കുവാൻ കഴിയും. മണവാളൻ കണക്ക് ചോദിക്കുമ്പോൾ, കർത്താവേ, അതേ എനിക്കറിയില്ല എന്ന് ആരും പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, സങ്കീർത്തനം 40:17 വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 പത്രോസ് 3:9 വാക്യം വായിക്കുമ്പോൾ, ആരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യെഹെസ്കേൽ പ്രവചനം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ദൈവമക്കളെ, ദേശം നശിക്കാതിരിക്കുവാൻ ദൈവം കാവൽക്കാരെ അന്വേഷിച്ചു, കണ്ടില്ല താനും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദേശം നശിക്കാതിരിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ദേശം നശിക്കാതിരിക്കുവാൻ ദൈവം കാവൽക്കാരെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഗ്ലോറി ടു ഗോഡ്. എന്ത് കാവൽക്കറിയാം കർത്താവ് അന്വേഷിക്കുന്നത്? ഈ നാളുകളായി ദേശത്തിന്റെ വിടുതലിനായി, ദേശനിവാസികളുടെ വിടുതലിനായി, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ വിടുതലിനായി എത്ര പേർക്ക് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു? കണ്ണീരോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിച്ചു കൊടുത്ത, ഹല്ലേലൂയ, ഹൃദയ നുറുക്കത്തോടെ, കരച്ചിലോടെ, ഉപവാസത്തോടു കൂടെ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം പ്രാർത്ഥിക്കുന്നവരെ അന്വേഷിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രാർത്ഥന വെറും ജൽപ്പനമായി തീരരുത് എന്ന് ഈ സമയം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം ഓരോ താലന്തുകളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ദൈവം നമുക്ക് പലതരത്തിലുള്ള താലന്തുകളാണ് തന്നിരിക്കുന്നത്. പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, പ്രസംഗിക്കുവാൻ ഒക്കെ നമുക്ക് ദൈവം കൃപകൾ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നാൽ എത്ര പേർ ഈ നാളുകളായി കർത്താവ് തന്നിരിക്കുന്ന താലന്തുകളെ പ്രയോജനപ്പെടുത്തുന്നു? ചിലരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, ചില വിസിറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ ദൈവമക്കളെ കൂടെ വരുന്നവരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, ചില വീടുകളിൽ ചിലർ പ്രാർത്ഥിക്കാറില്ല. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രാർത്ഥിക്കാറില്ല. അവരെന്താണ് ചെയ്യുന്നറിയാമോ? അവർ പറയും, ഓ എൻ്റെ പൊന്ന് സിസ്റ്ററെ, ആ സിസ്റ്റർ അങ്ങ് പ്രാർത്ഥിച്ചാട്ടെ, എൻ്റെ കർത്താവിൻ്റെ ദാസൻ അങ്ങ് പ്രാർത്ഥിച്ചാട്ടെ, ഈ വീട് വേണം, മറ്റേ വീട്ടിൽ പ്രാർത്ഥിച്ചോളാം. ചിലരോടൊന്ന് പാടാൻ പറഞ്ഞാൽ ചിലർ പറയും, ഓ എൻ്റെ ശബ്ദം ശരിയില്ല, എൻ്റെ പൊന്നു സിസ്റ്ററെ, സൗണ്ട് നല്ലതായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് അങ്ങ് പാടിയേനി, എനിക്ക് ഭയങ്കര പ്രയാസം, എനിക്ക് പാടാൻ എൻ്റെ സൗണ്ട് ഒന്നും ശരിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഈ കഴുത എന്നൊക്കെങ്കിലും അതിൻ്റെ സൗണ്ടിനെ പറ്റി അത് വ്യാകുലപ്പെട്ടതായിട്ട് ചരിത്രമുണ്ടോ? എന്നൊക്കെങ്കിലും കഴുത അയ്യോ എൻ്റെ ശബ്ദം ഇങ്ങനെ ആണല്ലോ എന്ന് ഒരിക്കലെങ്കിലും അത് ഫീൽ ചെയ്തായിട്ട് ചരിത്രമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കഴുതയുടെ ശബ്ദം ഒന്ന് കേൾക്കാത്തവരൊന്ന് കേൾക്കാൻ ശ്രമിക്കണേ.
വളരെ വിചിത്രമായൊരു ശബ്ദമാണ്. എന്നാൽ അതൊരിക്കലും അതിൻ്റെ ശബ്ദത്തെക്കുറിച്ച് ഭാരപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അത് താലന്തുകൾ പ്രിയപ്പെട്ടവരെ മണ്ണിൽ കുഴിച്ചിടുവാനുള്ളതല്ല. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അത് ഒത്താലും ഒത്തില്ലെങ്കിലും ദൈവത്തിന് വേണ്ടി പാടാൻ 2 ലൈൻ പറഞ്ഞാൽ പാടിയിരിക്കണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നിന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ ചില വ്യക്തികളൊക്കെ ഈ നാളുകളായി എൻ്റെ പൊന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. ചിലരോടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും. ഒരു ചെറിയൊരു ഷോർട്ട് മെസ്സേജ് രാവിലെ തരണേന്ന് പറഞ്ഞാൽ ചില ദൈവദാസന്മാരൊക്കെ എന്നോട് പറയാറുണ്ട്, എൻ്റെ സിസ്റ്ററെ ഞാനിപ്പോൾ ഭയങ്കര തിരക്കിലാണ് സിസ്റ്ററെ, അടുത്ത ആഴ്ചയിലാണെങ്കിൽ ഞാനൊരു മെസ്സേജ് തരാം കേട്ടോ. അത് ഇപ്പോഴെനിക്ക് തിരക്കാ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ആർക്കാ തിരക്കുള്ളത്? എവിടെ കൂട്ടമുള്ളത്? എവിടെ ആരാധന കൂട്ടങ്ങൾ വെച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ദൈവ പൈതലേ, നിങ്ങൾക്കൊരു 10 മിനിറ്റ് ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിൻ്റെ സുവിശേഷമാണ് നിങ്ങൾ പറയുന്നത്? മുടക്കങ്ങൾ വരുത്തരുതേ. കർത്താവിൻ്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി നിങ്ങൾ ചിലവിടുന്ന സമയങ്ങൾക്ക് പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്, കർത്താവ് പ്രതിഫലം തരുന്ന ഒരു നാൾ വളരെ മുൻപിലുണ്ട് എന്നുള്ളത് മറന്നു പോകരുത് ദൈവ പൈതലെ. ആകയാൽ ഒരിക്കലും കർത്താവ് നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അതിന് മുടക്കം വരുത്താതെ തന്നെ അത് കൃത്യസമയത്ത് ചെയ്യുവാൻ ഉള്ള ഒരു ഹൃദയം ദൈവം നിങ്ങൾക്ക് തരുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര പേർ അതെ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ ശരിയായ വിധത്തിൽ നിങ്ങൾ വ്യാപാരം ചെയ്യുന്നു? അങ്ങനെയുള്ളവർക്ക് ധൈര്യസമേതം ഒരു ആമേൻ പറയാമോ? എൻ്റെ കർത്താവിന് വേണ്ടി, എൻ്റെ കർത്താവിന് ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ അതെ ഞാൻ ശരിയായ വിധത്തിൽ ഞാൻ വ്യാപാരം ചെയ്തുകൊണ്ട് തന്നെയായിരിക്കുന്നെന്ന് പറയുന്നവർ ഓൺലൈനിൽ ധാരാളം പേരുണ്ട്. എനിക്കെല്ലാവരെയും കാണാൻ കഴിയുന്നു. എൻ്റെ സഹോദരങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, എത്ര പേർ ഇതാ കടൈസി കാലം കർത്താവ് നമ്മളോട് കണക്ക് ചോദിക്കുന്ന നിമിഷങ്ങൾ അതേ സമീപമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, ശരിയായ വിധത്തിൽ വ്യാപാരം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ല എങ്കിൽ നിങ്ങളെ തന്റെ ദൈവകരങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ നാളുകളായി കണ്ണുനീരോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നെടുമ്പാട് വീണ് കർത്താവിനോട് യാചിച്ച് നിലവിളിച്ച്, അപ്പാ എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണം അപ്പാ, ഞാൻ അങ്ങയുടെ മകനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കണമേ, ഞാൻ വ്യാപാരം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറണം, താലന്തുകളെ വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറണമെന്ന് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുത്തു കൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് കണക്ക് ചോദിക്കും, നിശ്ചയമാണ്. കർത്താവിന്റെ നാൾ സമീപമായി നിൽക്കുന്നു. നമ്മുടെ മണവാളൻ വരുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ ഇനി ഏറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അനേകർ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നാം ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അനേകർ നാശത്തിലേക്ക് പോകുന്നവരുടെ രക്ഷ നമ്മുടെ കയ്യിലാണ്. എന്താണ് അങ്ങനെ പറഞ്ഞതിന് കാരണം എന്നറിയാമോ? നാം സ്വാർത്ഥരും സുഖലോലുപരും ആത്മാക്കളെ കുറിച്ച് എരിവില്ലാത്തവരും നിദ്രപ്രിയരും ആകുന്നു എങ്കിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ നാം എന്തുത്തരമാണ് കൊടുക്കുന്നത്? ഈ വൈകിയ വേളയിൽ ഹല്ലേലൂയ അല്പമായി ഒന്ന് ചിന്തിച്ചാട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഒരു ആത്മാവ് കൂടെ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുവാൻ നാം ഒരു കാരണമാകുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലുത് എന്താണ് ലോകത്തിൽ നാം സന്തോഷിക്കുവാനുള്ളത്? ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നശിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ? അവരുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എത്തുവാൻ, ദൈവത്തിങ്കിലേക്ക് അവർ മനം തിരിഞ്ഞ് അവർ മാനസാന്തരപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ അത് ശരിയായ വിധത്തിൽ നാം അത് വ്യാപാരം ചെയ്യുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം പ്രിയപ്പെട്ടവർ, മുടിയനായ പുത്രനെ കുറിച്ച് നമുക്കറിയാം. അപ്പന്റെ സ്വത്ത് അവൻ നൽകുവാനുള്ള എല്ലാ ഷെയറും വാങ്ങിക്കൊണ്ട് താൻ പരദേശത്തേക്ക് കടന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ദൈവഹിതമല്ലാത്ത പ്രവർത്തന മേഖലകൾ അവനെല്ലാം അവിടെ കാഴ്ചവെച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന സകലതും നഷ്ടപ്പെടുത്തി അവസാനം ഹല്ലേലൂയ അവന് ആഹാരത്തിന് പോലും ബുദ്ധിമുട്ട് വന്നു. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് താൻ ചിന്തിക്കുകയാണ്, ഓ എൻ്റെ അപ്പന്റെ അരികിൽ എത്ര കൂലിക്കാരുണ്ട്, അവരൊക്കെ ഭക്ഷിച്ചതിന് മിച്ചം എത്രയോ പേർ അത് എന്തുമാത്രം മിച്ചമായി പോകുന്നു.
എനിക്കിപ്പോൾ ആഹാരത്തിന് പോലും ഞാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞ മുടിയനായ പുത്രൻ അവിടെ വെച്ച് താൻ ഹല്ലേലൂയ തനിക്ക് താൻ ചിന്തിക്കുകയാണ്. ദൈവമക്കളെ, ധനികനായ ഒരു മനുഷ്യന്റെ അരികിൽ താൻ ജോലി ലഭിക്കുമോ എന്ന് ചോദിക്കുവാനായിട്ട് കടന്നുപോയി. പക്ഷേ എന്താണ് സംഭവിച്ചത്? ധനികനായ മനുഷ്യൻ പറയുന്നു, ജോലിയില്ല. പക്ഷേ എന്താണ്, പന്നികളെ മേയ്ക്കുന്ന ഒരു ചെറിയ ജോലി മാത്രം ബാക്കിയുണ്ട് എന്ന് ഇവൻ ചിന്തിച്ചത് എന്താണെന്ന് അറിയാമോ? പന്നിക്ക് ലഭിക്കുന്ന തവിടെങ്കിലും ലഭിക്കും, അതെങ്കിലും ഭക്ഷിക്കാമെന്ന് വിചാരിച്ച താൻ ആ ജോലിക്ക് വേണ്ടി പോകുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, തനിക്ക് ആ തവിട് കൂടെ ലഭിച്ചില്ല എന്നതാണ് അറിയുവാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, താൻ അവിടെ വെച്ച ഒരു നല്ല തീരുമാനമെടുത്തു. ഓ, എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പൻ്റെ അരികിൽ പോകും. അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തപ്പാ, ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ എന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയുമെന്ന് ഹല്ലേലൂയ താൻ തീരുമാനമെടുത്തു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന എന്താണെന്ന് അറിയാമോ? തനിക്ക് സുബോധം വന്നിട്ട്, ഗ്ലോറി ടു ഗോഡ്, ഇന്നേക്ക് അനേകരും എൻ്റെ അപ്പൻ്റെ അരികിലേക്ക് മടങ്ങി വരാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവന് സുബോധമില്ലാത്തതാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മുടിയനായ പുത്രന് തനിക്ക് സുബോധം വന്നപ്പോൾ തൻ്റെ അപ്പനെ കുറിച്ച് താൻ ചിന്തിക്കുകയുണ്ടായി. ദൈവമക്കളെ, താൻ തിരികെ വരുന്നു. തൻ്റെ മടങ്ങി വരവാണ് ഇവിടെ കാണുവാൻ കഴിഞ്ഞ. അത് വിശകലനം ചെയ്ത് പറയുവാനായിട്ടല്ല പോകുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ, മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, താൻ അപ്പന്റെ അരികിലേക്ക് മടങ്ങി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് ഈ വൈകിവേളയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ യേശു കർത്താവിന്റെ അരികിലേക്ക് ഒന്ന് മടങ്ങി വരണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവൻ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ ശാപങ്ങളെ മാറ്റിത്തരുന്നവൻ നമ്മുടെ അരുമനാഥൻ മാത്രമാ. എൻ്റെ കർത്താവിങ്കിലേക്ക് ഒന്ന് മടങ്ങി വരണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ വളരെ പെട്ടെന്ന് കടന്നു വരട്ടെ, സമയം കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് താൻ പരാജയപ്പെട്ടതിന്റെ രണ്ടാമത്തെ പടി, താലന്ത് കുഴിച്ചിടുവാനുള്ള കാരണം ഭയമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആദ്യമായിട്ട് നാം കണ്ടത് യജമാനനെ കുറിച്ച് തനിക്ക് നല്ല അറിവില്ലായിരുന്നു. രണ്ടാമതായിട്ട് താൻ പരാജയപ്പെടുവാനുള്ള രണ്ടാമത്തെ പടി, ദൈവമക്കളെ, ഭയമായിരുന്നു. ഭയം. പ്രൈസ് ദി ലോർഡ്. മത്തായി 25:25 വായിക്കുമ്പോൾ നമുക്കെങ്ങനെ കാണുവാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. നിന്റെ താലന്ത് നിലത്ത്, അതായത് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തനിക്ക് യജമാനനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഭയമായിരുന്നു തന്നെ ആ മണ്ണിലേക്ക് താൻ കുഴിച്ചിട്ടതിന്റെ രണ്ടാമത്തെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ദൈവമക്കളെ, ഇന്നേക്ക് അനേകർക്കും ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ കണ്ടാൽ ഭയം. ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് മരിച്ചു പോയാൽ പിന്നെ അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിൽ പോലും മറ്റൊരാളുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ പോവുകയില്ല. ദൈവമക്കളെ, ഇന്നേക്ക് അനേകർ അങ്ങനെയാ. ഭയം. പ്രൈസ് ദി ലോർഡ്. മരണത്തെ ഭയം, ശവത്തെ ഭയം, വീട്ടുകാരനെ ഭയം, ഭർത്താവിനെ ഭയം, കുഞ്ഞുങ്ങളെ ഭയം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ടോട്ടലി ഭയമാ, എല്ലാം ഭയമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്ന പല പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ക്രിസ്തീയ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവിനെ ഭയപ്പെട്ടാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആകയാൽ ഇവൻ ഭയം വന്നത് കൊണ്ട് മാത്രമാണ് അവൻ മണ്ണിൽ കുഴിച്ചിട്ടത്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് പ്രൈസ് ദി ലോർഡ്, അവൻ മണ്ണിൽ കുഴിച്ചിട്ടത് പരാജയത്തിന്റെ മൂന്നാമത്തെ പടി. ദൈവമക്കളെ, അവൻ ദ്രവ്യം മറച്ചു വെച്ചു. ദ്രവ്യം മറച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. 25:18 വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒന്ന് ലഭിച്ചവനു പോയി നിലത്ത് കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അനേകർ ഇന്നേക്ക് ലോകത്തിന്റെ മോഹങ്ങളിലൂടെ കടന്നു പോകുന്നത്. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മോഹങ്ങളിലൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവർക്ക് പലതും
മറച്ചു വെക്കുവാൻ കഴിയുന്നുമില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഒരു യഥാർത്ഥ ദൈവ പൈതൽ വിടേണ്ട കാര്യങ്ങളെ വിട്ടു തന്നെ കടന്നു പോകണം എന്നത് ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് വിടേണ്ടത്? ഒരു യഥാർത്ഥ ദൈവ പൈതൽ വിടേണ്ട ചില കാര്യങ്ങളുണ്ട്. ഗലാത്യ ലേഖനം 5:19 ജഡത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനത് ഇവിടെ നിന്ന് വായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, ദുഷ്കാമം, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൊത്ത മുതലായവ എന്ന് വെളിപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു വലിയ ലിസ്റ്റ് തന്നെയാണ് ഇവിടെ ഞാനിവിടെ വായിച്ചത്. ദൈവമക്കളെ, ഇന്നേക്ക് ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും ഈ കാര്യങ്ങളെ ഒന്നും വിടത്തില്ല. എല്ലാത്തെയും കൊണ്ട് അവർ യാത്ര ചെയ്യുന്നത്. ഒരു വിശ്വാസി, ഹല്ലേലൂയ, വിടേണ്ട കാര്യങ്ങളെ വിട്ടു തന്നെ കടന്നു പോകണം. ഇല്ല എങ്കിൽ ദൈവമക്കളെ, കർത്താവിനോട് കൂടെ നിനക്ക് പങ്കുണ്ടാകുകയില്ല. മണവാളൻ വരുമ്പോൾ നീ കൈവിടപ്പെട്ടു പോകും. മണവാളന്റെ വരവെങ്കിൽ നീ തള്ളപ്പെട്ടു പോകും. അത് നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആകയാൽ സാത്താൻ മറച്ചു വെച്ച താലന്തുകളെ, അതെ, ഹല്ലേലൂയ, ദൈവമക്കളെ, ദൈവ മഹത്വത്തിനായി നാം വെളിപ്പെടുത്തി മുൻപോട്ട് പോകണം. സാത്താൻ നമ്മളെക്കുറിച്ച് ചില താലന്തുകൾ, നമ്മിലുള്ള ചില താലന്തുകളെ സാത്താൻ മറച്ചു വയ്ക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ മുമ്പോട്ട് വിടാതിരിക്കുവാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഹല്ലേലൂയ, ദൈവമക്കളെ, ആകയാൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്? ഹല്ലേലൂയ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ അത് കൃത്യമായി ദൈവത്തിന് വേണ്ടി നാം വ്യാപാരം ചെയ്തുകൊണ്ട് ഈ നാളുകളായി നാം ആയിരിക്കണമേ എന്ന് ഞാൻ ഈ സമയം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിശാചാണവൻ, അവന്റെ തന്ത്രം എന്താ? നമ്മളെ ദൈവഭാഗത്ത് നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോവുക അവൻ സാധാരണ ചെയ്യുന്നത്. ഞാനിത് പറയുമ്പോൾ ഒരു ചെറിയൊരു കഥ ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാത്തവരായിട്ടല്ല നാം ആയിരിക്കേണ്ടുന്നത്. പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് അറിയുന്നവരായി ഇരുന്നു കൊണ്ട് നാം അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് സ്വർഗീയ കൃപ ദൈവം തരേണ്ടതിനായി ഈ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ മുന്നേറണം. അതല്ലാത്ത പക്ഷം നാം കൈവിടപ്പെട്ടു പോകും. നാം പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടു പോകും എന്നത് ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവമക്കളെ, ഒരിക്കൽ ഒരു മനുഷ്യൻ അവൻ എന്താണ് ചെയ്യുന്നറിയാമോ? അവനൊരു പാമ്പിനെ വളർത്തുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവനൊരു പാമ്പിനെ വളർത്തി, കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ തന്നെ ഒരു പാമ്പിനെ വളർത്തുവാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നാൽ കുറെ നാളുകൾ അവൻ അതിന് ആഹാരം കൊടുത്തു. അത് കുട്ടി പാമ്പായിരുന്നു. എന്നാൽ അത് വളർന്നു വലുതായി, വലിയൊരു പാമ്പായി. അപ്പോൾ ഒരാഴ്ചത്തോളം അത് ഫുഡൊന്നും എടുക്കാതെയായി. ഇവ കൊടുക്കുന്ന ഒരു ഫുഡും അത് എടുക്കാതെയായി. അപ്പോൾ അത് ഫുഡ് ഭക്ഷിക്കാതെ വന്നപ്പോൾ ഇവൻ വലിയ ദുഃഖം തോന്നി. കാരണം എന്താണെന്നറിയാമോ? കുഞ്ഞു കുട്ടിപ്പാമ്പായിരുന്നപ്പോൾ മുതൽ അവൻ എന്നെ വളർത്തി കൊണ്ടുവന്നതാ. ഇപ്പോൾ വലിയ പാമ്പായപ്പോൾ അവൻ എന്തോ ഇതിനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും രോഗം പറ്റിയതാണോ, എന്തെങ്കിലും ആയി കാണും എന്ന് വിചാരിച്ചിട്ട് ഇവൻ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ വിവരം അറിയിച്ചു. സാറേ, എൻ്റെ വീട് വരെ ഒന്ന് വരണം. കാരണം എനിക്ക് ഒരു പാമ്പുണ്ട്. ആ പാമ്പ് ഭക്ഷിക്കുന്നില്ല, അത് ഒരാഴ്ചയായിട്ട് ഫുഡ് എടുക്കുന്നില്ല. അതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഭവനത്തിലെത്തി പാമ്പിനെ പരിശോധിച്ചു, പല ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ കണ്ടെത്തിയത് ഈ പാമ്പിന് യാതൊരു രോഗവും ഇല്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഡോക്ടർ ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, പാമ്പ് ഒരാഴ്ചയായിട്ട് നിങ്ങളുടെ കൂടെ ആണോ കിടക്കുന്നത് എന്ന. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പാമ്പ് എൻ്റെ കൂടെ അല്ലായിരുന്നു കിടക്കുന്നത്, പക്ഷേ ഒരാഴ്ചയായിട്ട് എൻ്റെ കൂടെ അത് കിടക്കുന്നത്. അത് ശരി. പാമ്പ് നിങ്ങൾ കൊടുക്കുന്ന ഫുഡെല്ലാം കഴിക്കുമായിരുന്നു എന്ന്. അതൊക്കെ കുഴപ്പമില്ലാതെ കഴിക്കുമായിരുന്നു, പക്ഷേ ഒരാഴ്ചയായിട്ടത് ഫുഡ് എടുക്കുന്നില്ല എന്ന്. അതിന് എന്തെങ്കിലും അസുഖമാണോ എന്ന് എനിക്കൊരു സങ്കടമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ പറഞ്ഞ മറുപടി, പിന്നെ ഡോക്ടർ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, അത് കുറുകിയാണോ കിടക്കുന്നത്, അതായത് വളഞ്ഞാണോ കിടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി, ഇല്ല സാറേ, ഒരാഴ്ച അത് വളഞ്ഞായിരുന്നു കിടക്കുന്നത്, ഒരാഴ്ചയായിട്ട് അത് എൻ്റെ നേരെ കിടക്കുന്നു, എനിക്ക് എൻ്റെ കൂടെ കിടക്കുന്നത് നേരെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ പൊന്നു സഹോദര, ഈ പാമ്പ് നിങ്ങളെ വിഴുങ്ങുവാൻ വേണ്ടി ഒരാഴ്ചയായിട്ട് അത് പട്ടിണി കിടക്കുക, അതിൻ്റെ വയറിനെ അത് പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുക താങ്കളെ വിഴുങ്ങുവാൻ വേണ്ടി. ആകയാൽ
താങ്കൾ എത്രയും പെട്ടെന്ന് ഈ പാമ്പിനെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ താങ്കളെ അത് വിഴുങ്ങുവാൻ തുടങ്ങും എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഇങ്ങനെയാ സാത്താൻ നമ്മളോടൊപ്പം ഉള്ളതാ. നമ്മളോടൊപ്പം അത് കൂടെ കൂടെ ഉണ്ടാവും. ഏതെങ്കിലും വിധത്തിൽ അവന്റെ പിടിയിലേക്ക് നമ്മളെ അകപ്പെടുത്തുവാൻ കഴിയുമോ എന്ന് അവൻ ആശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഈ നാളുകളായി ആരും തന്നെ പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടു പോകരുതേ എന്ന് ദൈവമക്കളെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഈ ഭാഗത്ത് നിന്ന് വിരമിച്ചു കൊള്ളാം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം. അലസത അവന്റെ പരാജയത്തിന്റെ അവസാനപ്പടി അലസതയായിരുന്നു. എന്താണ് അലസത? ദൈവമക്കളെ, നമുക്കറിയാം, മറ്റുള്ളവരൊക്കെ ജോലിക്ക് പോകുമ്പോൾ ചില വീടുകളിൽ ചിലർ ജോലിക്ക് പോവുകയില്ല, മടിയന്മാരായിട്ട് വീട്ടിൽ കിടന്നുറങ്ങും. എത്രയോ പേരെ ഇങ്ങനെ കാണുവാൻ കഴിയും. കഷ്ടപ്പെടുന്നവർ തന്നെ കഷ്ടപ്പെടട്ടെ എന്ന് ചിലർ ചിന്തിക്കും. അവർക്ക് അങ്ങനെ മനസാക്ഷിയൊന്നും ഉണ്ടാവത്തില്ല. അവർ നല്ലപോലെ ഫുഡൊക്കെ അടിക്കും, നല്ല വീട്ടിൽ എന്തൊക്കെ ചെയ്താലും അവർ ഭക്ഷിക്കും, എല്ലാം ചെയ്യും, പക്ഷെ ജോലിക്ക് പോകത്തില്ല. എന്ന് പറഞ്ഞാൽ അവർ വ്യാപാരം ചെയ്യത്തില്ല, അവർ ഒരു കാര്യം അവർ മുമ്പോട്ട് പോയി ചെയ്യുകയില്ല. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഷ്ടപ്പെടാൻ കഴിയാതെ ആരും തന്നെ ഫുഡ് കഴിക്കരുത്. അത് വലിയൊരു കഷ്ടമാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. എൻ്റെ ഒരു കാര്യം, എൻ്റെ ഒരു പോളിസി അതാ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത്. നമ്മൾക്ക് കഴിയുന്നെങ്കിൽ നമുക്ക് ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തന്നിട്ടുണ്ട്. അത് ശരിയായ വിധത്തിൽ അത് വിനിയോഗിക്കണം. ജോലി ചെയ്ത് തന്നെ കഴിയണം. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഗിദെയോന്റെ ചരിത്രം നാം പഠിച്ചിട്ടുണ്ട്. മിദ്യാന്യപ്പട കടന്നു വരുമ്പോഴും ഗിദെയോൻ മുന്തിരിച്ചക്കിനരികിൽ നിന്നുകൊണ്ട് താൻ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ ഇറങ്ങി വന്ന് ഗിദെയോനെ എങ്ങനെയാ വിളിച്ചെന്നറിയാമോ? അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഓ, ഗ്ലോറി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് ഗിദെയോനെ വിളിക്കുക. അല്ലയോ പരാക്രമശാലിയേ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഈ വൈകിവേളയിൽ ദൈവത്തിനായി പ്രയോജനപ്പെടുന്ന എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് അത് കൃത്യമായി നിങ്ങൾ വ്യാപാരം ചെയ്യുന്നുണ്ടോ? ദൈവം നിങ്ങളെ വിളിക്കുവാനായിട്ട് ഇടയായി തരും. അല്ലയോ പരാക്രമശാലിയേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വലിയ സൈന്യമേ ഇറങ്ങി വരുമ്പോഴും ഇവിടെ ഗിദെയോൻ ഭയമില്ലാതെ നിൽക്കുക. താൻ അധ്വാനിച്ച തന്റെ അധ്വാന ഫലം നഷ്ടപ്പെടാതിരിക്കുവാൻ താൻ മുന്തിരിച്ചക്കിന് അരികിൽ നിന്നുകൊണ്ട് ധൈര്യസമേതം താൻ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ അധ്വാന ഫലത്തെ അത് വ്യക്തമായി താൻ അത് എടുത്തു വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളായി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഹല്ലേലൂയ, എത്ര പേർക്ക് ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ കഴിയുന്നു? എത്ര പേർ കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകളെ അത് ശരിയായ വിധത്തിൽ നിങ്ങൾ വ്യാപാരം ചെയ്യുന്നു? പ്രൈസ് ദി ലോർഡ്. ഇല്ല, മടിയനായി അലസനായി നിങ്ങൾ കാണപ്പെടുന്നുവോ? എങ്കിൽ ദൈവമക്കളെ, ഒരു നല്ല തീരുമാനമെടുത്ത ഇപ്പോൾ ഈ നിമിഷം തന്നെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുവാൻ സ്വർഗീയ പിതാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ ഒരു താലന്ത് ലഭിച്ചവൻ മണ്ണിൽ കുഴിച്ചിട്ടു. അതുപോലെ ആകരുത് നാം ഓരോരുത്തരും. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദ്യ നൂറ്റാണ്ടുകളിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ, ഹല്ലേലൂയ, നിങ്ങൾക്ക് പാട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനയുണ്ടായിരുന്നു, പ്രവചനപരമുണ്ടായിരുന്നു, വ്യാഖ്യാനപരമുണ്ടായിരുന്നു. എന്തിയേ? ഇപ്പോൾ എവിടെ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന ഒരു സമയമാണത്. ദൈവമക്കളെ, സ്വയം ഒന്ന് ചിന്തിച്ചു കൊള്ളണം. ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുന്നേറ്റിരുന്ന പാടി പ്രാർത്ഥിച്ച നാളുകൾ, എത്രയോ നാളുകൾ രാത്രിയുടെ യാമങ്ങളിൽ സമയഭേദം കൂടാതെ 2 മണി 3 മണി എന്ന് തോന്നാതെ പ്രൈസ് ദി ലോർഡ് ദൈവമക്കൾ എഴുന്നേറ്റിരുന്ന പാടി പ്രാർത്ഥിച്ചില്ലേ? ഇപ്പോൾ ഹല്ലേലൂയ, ദൈവ പൈതലേ, നിന്റെ പാട്ടെവിടെ? നിന്റെ പ്രാർത്ഥന എവിടെ? വാദ്യോപകരണങ്ങൾ ഇല്ലെങ്കിൽ ഇന്ന് പാട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഓ, ഹല്ലേലൂയ. എല്ലാവർക്കും വാദ്യോപകരണങ്ങൾ വേണം, പാട്ട്. ഹല്ലേലൂയ. ഒരു ദൈവദാസനോട് പാടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാ, തുടങ്ങാമേ, ഇപ്പം തുടങ്ങാം, ഇപ്പം നമ്മുടെ ഓർക്കസ്ട്ര അന്ന് സ്റ്റാർട്ട് ആയിക്കോട്ടെ.
ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്ന ഒരു സമയമാണിത്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ച താലന്തുകളെ അതെ നിങ്ങൾ കർത്താവിന് വേണ്ടി വ്യാപാരം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോഴൊക്കെ ആരും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനല്ല ഒരുങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ സന്തോഷിച്ചാൽ മതി. മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. ഒരു ദൈവദാസനെ ഞാൻ ഹല്ലേലൂയ നമ്മുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ദൈവമക്കളെ, എനിക്ക് ആ ചോദ്യത്തിന് മറുപടിയൊക്കെ ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അന്ന് ഈ ഗ്രൂപ്പ് ആരംഭിച്ച കാലഘട്ടങ്ങളിൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് ചോദിച്ചത് ഇങ്ങനെയാ: സിസ്റ്ററെ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ഉണ്ടോ? ഷെയർ ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് തരാമെന്ന്. നോക്കണേ ദൈവമക്കളെ, എന്താ എന്നോട് ചോദിച്ചറിയാം? സിസ്റ്ററെ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ഉണ്ടോ? ഷെയർ ഉണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് ഷെയറിനും ലൈക്കിനും കമന്റ്സിനും വേണ്ടിയാ ഇന്നേക്ക് മനുഷ്യൻ പ്രസംഗിക്കുന്നത്, ദൈവവചനം സംസാരിക്കുന്നത്. എത്ര പേർക്കത് ആമേൻ പറയാൻ കഴിയുന്നു? ഞാൻ പറയുന്നത് സത്യമല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയാം. ദൈവമക്കളെ, നമ്മുടെ അരുമനാഥൻ പ്രതിഫലം തരാൻ പോവുകയാ. ആ നാളുകളിൽ ഒരു റെക്കമെൻഡേഷനും ഇല്ല. ആർക്കും പറയാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ എൻ്റെ പൊന്ന സഹോദരി എല്ലാ ആഴ്ചയിലും ഉപവാസം എടുക്കുമായിരുന്നു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാ ദിവസങ്ങളിലും അവർ ദാനധർമ്മം ചെയ്യുമായിരുന്നു, കാണിക്കുക അല്ലെങ്കിൽ സ്തോത്ര കാഴ്ച വഴിപാട് കൊടുക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് വേണ്ടി പറയാൻ ആരും കാണത്തില്ല. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, മണവാളൻ വരാൻ പോകുകയാ. മണവാളന്റെ വരവിനെ കാത്തിരിക്കണമേ. ഓരോരുത്തരെയും ഞാൻ കർത്താവിൽ പ്രൈസ് ദി ലോർഡ് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം അവന്റെ സഖിത്വത്തിനായി പ്രൈസ് ദി ലോർഡ് മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന സമയങ്ങൾ അതേ സമീപമായി നിൽക്കുന്നു. കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ പോകുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലെ, കൈവിടപ്പെട്ടു പോകരുത്, തള്ളപ്പെട്ടു പോകരുത്. നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് എൻ്റെ കർത്താവ് പറയുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവിൽ പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, രണ്ടുപേർ കിടന്നുറങ്ങും. രക്ഷിക്കപ്പെട്ടാൽ കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കും, കർത്താവിനോട് കൂടി ആയിരിക്കും. രണ്ടുപേർ യാത്ര ചെയ്യും. രക്ഷിക്കപ്പെട്ടാൽ കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കും, കർത്താവിനോട് കൂടെ കടന്നു പോകും. രണ്ടുപേർ തിരികളിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി യേശുവിന്റെ ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കും, ആ മറ്റേയാൾ വിട്ട് കൈവിടപ്പെട്ടു പോകും എന്നത് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുക. ദൈവ മക്കളെ, എത്ര പേർ ഈ വൈകിവേളയിൽ യേശു കർത്താവിന് വേണ്ടി നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന സമയം സമീപമായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാലം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് സമാധാനം തരികയില്ല. ഈ ലോകം നമ്മളെ നിത്യതയിലേക്ക് എത്തിക്കുകയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിത്യമായ ഒന്ന് എൻ്റെ യേശു കർത്താവ് നമുക്ക് ഒരുക്കുവാൻ പോകുന്ന ആ നിത്യരാജ്യമാണ്. ആ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ നിങ്ങളും ഞാനും ഒരുങ്ങണമേ എന്ന ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം അവന് വേണ്ടി ജീവിക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. കർത്താവിന്റെ കാഹളധ്വനി കേൾക്കുവാൻ വേണ്ടി ഒരുങ്ങി വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പറയും. എന്താ പറയുന്നറിയാമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്ന്. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറയുന്ന ഒരു നാൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന. മറിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാത്ത, ഹല്ലേലൂയ, ദുഷ്ടനായി ജീവിച്ച, ദൈവത്തിന് വേണ്ടി വ്യാപാരം ചെയ്യാത്ത, ദൈവമൊരുക്കി തന്നിരിക്കുന്ന താലന്തുകളെ വ്യാപാരം ചെയ്യാത്ത മനുഷ്യനെ കണ്ട് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന. ദുഷ്ടനും മടിയനുമായ ദാസനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, സമയം വളരെയേറെ കടന്നു പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി താലന്തുകളെ വ്യാപാരം ചെയ്താൽ പ്രൈസ് ദി ലോർഡ്, നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്ന പേർ നമുക്ക് ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ. ആകയാൽ അവന്റെ വരവോളം
നാം ഓരോരുത്തരും വിശുദ്ധിയോടെ വേർപാടോടുകൂടെ നമുക്ക് ജീവിക്കുവാൻ സ്വർഗീയ പിതാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, എല്ലാവർക്കും ഇന്നത്തെ വചനം ഹല്ലേലൂയ അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. നാം ഓരോരുത്തരും കർത്താവിന് ഇഷ്ടമുള്ള മകനായി, കർത്താവിന് ഇഷ്ടമുള്ള മകളായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു പാട്ട് പാടി 1-2 ലൈനുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരേണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു വൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ ഇറക്കണമേ. സീനായി മലമുകളിൽ ഗ്ലോറി തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ ഇറക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അങ്ങയുടെ വരവിൻ്റെ ലക്ഷണങ്ങൾ അവിടെ ഇവിടെയായി കണ്ടും കേട്ടും കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ജാതി ജാതിയോട് എതിർക്കും, രാഷ്ട്രം രാഷ്ട്രത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയായി ഉണ്ടാകും, യുദ്ധവും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കും.
പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഇതൊക്കെയും ഒരാരംഭം മാത്രമെന്ന് വചനം പറയുന്നു. യേശു കർത്താവേ, അങ്ങയുടെ വരവ് സമീപമായിരിക്കുന്ന നാളുകളിൽ എൻ്റെ കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ അത് ശരിയായ വിധത്തിൽ വ്യാപാരം ചെയ്തുകൊണ്ട് കർത്താവ് അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ നിത്യതയ്ക്കായി ജീവിക്കുവാൻ എൻ്റെ ദൈവം ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരായിട്ടുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ വചനം കേൾക്കുവാനുള്ളവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. അടിയനെ പൊടിയോളം താഴ്ത്തുന്നു കർത്താവേ. ഇത്രത്തോളം സമയം വചനത്തിന് ആഴത്തിലിറങ്ങി വചനത്തെ ഘോഷിക്കുവാൻ എൻ്റെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനായി വാഴ്ത്തി സ്തുതിക്കുന്നു. ലായിരിക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്നു. ദൈവകൃപ സകലരുടെ മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സകലവിധ നന്മകളാലും അപ്പച്ചൻ നിറയ്ക്കണമേ കർത്താവേ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ 7ാമത്തെ ഓൺലൈൻ കൺവെൻഷൻ്റെ 6ാമത്തെ ദിവസം വളരെ അനുഗ്രഹത്തോടുകൂടെ പര്യവസാനിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, തുടർന്ന് നാളെ ദിനം പ്രൈസ് ദി ലോർഡ് കർത്താവിൽ ബഹുമാന്യ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോസ് DL വോയിസ് ഓഫ് ക്രൈസ്റ്റ് 2020 എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ അഡ്മിനായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ്റെ അനുഗ്രഹമേറിയ സന്ദേശം നാളെ ഉണ്ടായിരിക്കും. നാളെ കഴിഞ്ഞ് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ റെജി സ്റ്റീഫൻ അവർ സംസാരിച്ച് നമ്മുടെ കൺവെൻഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ വരവോളം കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്തുകളെ അത് ശരിയായ വിധത്തിൽ വ്യാപാരം ചെയ്തുകൊണ്ട് ഈ നാളുകളെ ജീവിക്കുവാൻ ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.